വിവാദങ്ങളുടെ നടുവിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 11:50 തുടങ്ങി ഏതാണ്ട് 12:49 അവസാനിപ്പിച്ച് 59 മിനിറ്റ് കൃത്യമായിട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉത്തരം പറയാതെ വിഴുങ്ങിയതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. കൂടാതെ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ കുറെ കൂടി സ്പെസിഫിക്കായി ചോദിക്കാൻ വിട്ടുപോയിട്ടുള്ള ചില ചോദ്യങ്ങളും കൂടിയുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് അതിനോടനുബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. ഏറ്റവും ആദ്യത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ഒന്ന്, തൃശ്ശൂർ പൂരം കലക്കിയതാണെന്നും ആരോ കലക്കിച്ചതാണെന്നും PV അൻവറും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടാതെ സുനിൽകുമാറും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ശരിയാണെന്ന് മുഖ്യമന്ത്രി കൂടി സമ്മതിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് പൂരം ആസൂത്രിതമായി കലക്കിയതാണ് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ട് സെപ്റ്റംബർ 23 ഇദ്ദേഹത്തിന് കിട്ടിയെന്നും 24 DGP കിട്ടിയെന്നും 24 ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിയെന്നും പക്ഷേ അത് വളരെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടല്ലാന്നും ആ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടല്ലാത്തത് കൊണ്ട് അതിന്മേൽ വീണ്ടും ഒരു ത്രിതല അന്വേഷണം, ഒരു 3 ലെവലിലുള്ള അന്വേഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ADGP MR അജിത് കുമാറിനോട് ഒരൊറ്റ ആഴ്ച കൊണ്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് 5 മാസം അദ്ദേഹം വെച്ചു വൈകിപ്പിച്ച് ഏറ്റവും ഒടുവിൽ ചുട്ടെടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ആ റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ ത്രിതല അന്വേഷണത്തിന് സമയപരിധി ഉണ്ടോ എന്നുള്ളതാണ്. ഒരു മാധ്യമ പ്രവർത്തകരും ഇന്നവിടെ ചോദിച്ചില്ല, അത് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. ഇനി ആ 3 തലത്തിലുള്ള അന്വേഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ അന്വേഷണം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടത്തി എന്നുള്ളത് റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ADGP ആയിട്ടുള്ള വെങ്കടേഷിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ അന്വേഷണ സംഘം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട്. ഇനി രണ്ടാമത്തെ അന്വേഷണ സംഘം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി വകുപ്പുകളിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതലകൾ കൊടുത്തിരുന്നു. ആ ചുമതലകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഇൻ്റലിജൻസ് ADGP ആയിട്ടുള്ള മനോജ് എബ്രഹാമിന് അദ്ദേഹം ചുമതല കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു സംഘത്തിന്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് MR അജിത് കുമാർ അവിടെ ഉണ്ടായിട്ടും കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ വലിയ വീഴ്ചകൾ പറ്റി എന്നുള്ളത് കൂടി അദ്ദേഹം സമ്മതിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത് സമ്മതിക്കുന്നത്. അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ട് അത്ര സമഗ്രമല്ലാത്തത് കൊണ്ട് കൃത്യമായി MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടത്താൻ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് DGPയെ കൂടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഴ്ചകളെക്കുറിച്ചാണ്. അപ്പോൾ ഈ വീഴ്ചകളെക്കുറിച്ച് റിപ്പോർട്ട് ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നു. എപ്പോൾ പോലും MR അജിത് കുമാറിനെ മാറ്റി നിർത്താത്തത് എന്ത് എന്നുള്ളത് കൃത്യമായി മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളോട് വ്യക്തമായി പറഞ്ഞാൽ TV പ്രസാദ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡായിട്ടുള്ള TV പ്രസാദ് ചോദിക്കുന്നുണ്ട്, MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങളോട്. പുതിയ ഒരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. MR അജിത് കുമാർ 10 ദിവസത്തിനിടക്ക് രാം മാധവനെയും ദത്താത്രേയ ഹൊസബലയെയും കണ്ട് ചർച്ച നടത്തി എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി MR അജിത് കുമാർ എത്തിയപ്പോൾ വത്സൻ തില്ലങ്കേരിയുമായിട്ട് 4 മണിക്കൂറിലധികം നീണ്ട ചർച്ച നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം. ഇത് വളരെ ഏതാണ്ട് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് MR അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്, എനിക്കൊറ്റ നിലപാടേ ഉള്ളൂ. ഈ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് DGP അന്വേഷണം നടത്തിയിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. 1 മാസം സമയമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഇന്നോ നാളെയോ വരും. അങ്ങനെ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നടപടിയുള്ളൂ. അതല്ലാതെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം അല്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ ചോദിക്കാൻ വിട്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPI എന്ന് പറയുന്ന സംഘടനയുണ്ട്. നമുക്കെല്ലാം അറിയാം, രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി പ്രകാശ് ബാബുവും CPIയുടെ മുഖപത്രമായിട്ടുള്ള ജനയുഗവും ഒക്കെ നിരവധി ലേഖനങ്ങൾ എഴുതിയത് നമുക്കറിയാം. അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം News 18 പ്രകാശ് ബാബു കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നൊരു കാര്യം, ഈ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനായിട്ട് ഒരു അന്വേഷണത്തിൻ്റെയും ആവശ്യമില്ല.
കാരണം അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അല്ലാതെ വ്യക്തിപരമായി അവരെ തമ്മിൽ ഏതെങ്കിലും നേതാക്കളെ ഇദ്ദേഹം ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് കണ്ടെത്താൻ ഒരു നിയമ വ്യവസ്ഥയും കൂടില്ല. അങ്ങനെ അന്വേഷിക്കാനും കഴിയില്ല. ഇനി അതിൻ്റെ പുറത്ത് നടപടിയെടുക്കാനും കഴിയില്ല. കാരണം അതിൻ്റെ പുറത്ത് ഇല്ലീഗലായിട്ടൊന്നുമില്ല. ദത്താത്രേയ ഹൊസബളയെയോ അല്ലെങ്കിൽ റാം മാധവനെയോ ജയകുമാറിനെയോ ഒക്കെ വിളിച്ച്, ജയകുമാറിനൊക്കെ നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത് ഇതൊരു തമാശയാണ്, അവരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിലെന്താണ് അന്വേഷണം എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി മാധ്യമങ്ങൾ ചോദിക്കേണ്ടതായിരുന്നു. അത് ചോദിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പ്രകാശ് ബാബു ഒക്കെ പറയുന്നത് അതിനകത്തൊരു അന്വേഷണം പോലും ആവശ്യമില്ലെന്നാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ്? കാരണം പറയുന്നത് BJP-കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ല, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന നമ്മളെ പോലെയുള്ളവരല്ല, പകരം CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. CPIയുടെ നിലപാടാണ് ഇത് തന്നെയാണ് നിലപാടെന്ന് ബിനോയ് വിശ്വവും പുറത്ത് ആവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ CPI പറഞ്ഞിട്ടുണ്ട്, RJD പറഞ്ഞിട്ടുണ്ട്, കൂടാതെ വർഗീസ് ജോർജ് പറഞ്ഞിട്ടുണ്ട്, RJD നേതാവായിട്ടുള്ള, കൂടാതെ NCPയുടെ നമ്മുടെ PC ചാക്കോ പോലും പറഞ്ഞിട്ടുണ്ട്. ഇവരെ പോലും ബോധ്യപ്പെടുത്താത്ത ഈ നിലപാട് താങ്കൾ റിപ്പോർട്ടിന് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നത് എന്തിനാണ് ഈ പറയുന്ന ADGPയെ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു വന്നത്, ഈ ചോദ്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഒന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ധനസഹായം 2 ഗഡുക്കളായി കിട്ടി എന്നുള്ളതും, അത് പക്ഷേ സാധാരണ നടക്കുന്ന നടപടിക്രമമാണ്, നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു പാക്കേജ് ഒന്നും തന്നിട്ടില്ല എന്നുള്ളതൊക്കെ വസ്തുതകൾ അദ്ദേഹം പറഞ്ഞു. പിന്നെ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി, നമുക്കറിയാലോ വയനാട് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടിക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു എന്നും അർജുൻ്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം വിട്ടുപോയൊരു കാര്യം ചോദ്യമായിട്ടാണ് വന്നത്. ആ ചോദ്യമായിട്ട് വന്നത്, ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം ഒരു അഭിമുഖം കൊടുക്കുന്നു. ആ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ആ കൈസൻ എന്ന് പറയുന്ന ഒരു ഏജൻസിയെ സമീപിക്കുന്നു. ആ ഏജൻസിയെ സമീപിക്കുന്നു എന്നാണ് ഹിന്ദു ദിനപത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് കൈസൻ എന്ന് പറഞ്ഞൊരു ഏജൻസി ഈ ഹിന്ദു ദിനപത്രത്തിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം എന്ന് പറഞ്ഞ് ഹിന്ദുവിനെ അങ്ങോട്ട് സമീപിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ വളരെ വിവാദപരമായ, മുഖ്യമന്ത്രി പറയാത്ത മലപ്പുറത്തെ കള്ളക്കടത്തും അതുപോലെ ഹവാല പണവും ഒക്കെ ഒഴുകുകയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു. അതിനൊക്കെ ചില കണക്കുകളുടെയൊക്കെ അടിസ്ഥാനമുണ്ട്. കാരണം അവിടെ ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ട് ഉള്ളതുകൊണ്ടാണ്. കോഴിക്കോട് എയർപോർട്ട് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിടിക്കുന്ന സ്വർണ്ണമെല്ലാം മലപ്പുറത്ത് നിന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കണക്കുകൾ പരിശോധിച്ചാലും വസ്തുതാപരമായി അങ്ങനെയല്ല. പക്ഷെ എങ്കിൽ പോലും മലപ്പുറത്ത് നിന്നാണ് പിടിക്കുന്നത് എന്നുള്ള ധ്വനിയോടുകൂടി അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നു. കൂടാതെ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം, ഈ പറയുന്ന പണമെല്ലാം തന്നെ ദേശവിരുദ്ധ ശക്തികൾ, ഇന്ത്യ വിരുദ്ധ ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് പറയുന്ന അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം കൂടി ഉന്നയിക്കുന്നു. ആ വിമർശനം പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ തവണ ഹിന്ദു പറഞ്ഞത് കറക്റ്റാണെങ്കിൽ ഹിന്ദു പറഞ്ഞതിനെ മുഖ്യമന്ത്രി കൂടി ന്യായീകരിക്കുന്നുണ്ട്. കാരണം ഹിന്ദു പത്രം വളരെ ന്യായമായിട്ടുള്ള നിലപാടെടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞതല്ലെന്നും അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്നുള്ള നിലപാടെടുത്തു. നിങ്ങളാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന, അതായത് പത്രസമ്മേളനത്തിലുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ചിരിച്ചു തള്ളിയപ്പോൾ അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ആ മറുപടി പറയാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ദേവകുമാർ എന്ന് പറയുന്ന ഹരിപ്പാട് MLA-യുടെ ഇപ്പോൾ കയറഫണ്ട് ചെയർമാൻ്റെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുടെ മകൻ വന്ന് വളരെ എളുപ്പത്തിൽ ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹിന്ദു പത്രം വന്ന് ഇൻ്റർവ്യൂ എടുത്തു. അതായത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനൊരു കോടതിയിൽ, പള്ളുരുത്തി കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു വാദം കേട്ടു. ആ വാദം എന്ന് പറയുന്നത് ഒരു 2 എക്സ്ട്രീം ലെവലിലുള്ള അഡ്വക്കേറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇംഗ്ലീഷിൽ വന്ന് വളരെ കൃത്യമായി ഈ 2 സ്ത്രീകൾ തമ്മിൽ പൈപ്പിൻ ചോട്ടിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള തല്ല് വളരെ കൃത്യമായി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു, വിവരിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവത്തിൽ കോടതി അടക്കം കേട്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗത്തിൻ്റെ, അതായത് പ്രതിഭാഗത്തിൻ്റെ വക്കീൽ വന്നിട്ട് വാദിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് വളരെ ഇത്ര വലിയ ഇംഗ്ലീഷിലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് കോടതിയോട് പറയുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുന്നു. ഇദ്ദേഹം വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിൻ ചോട്ടിൽ 2 പെണ്ണുങ്ങൾ
മാട്ടത്തിനടിച്ചതാണ് എന്നാണ് ശരിക്കും കോടതിയോട് ഈ വക്കീൽ പറയുന്നത്. അത് കേട്ട് നമ്മൾ ചിരിച്ചു പോയി. ഈവൻ കോടതിയുടെ പോലും സീരിയസ്നെസ് പോയി. എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ ശിക്ഷയൊന്നും ഇനി വേണ്ടതില്ല എന്ന് കോടതി അപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പിണറായി വിജയൻ വളരെ തന്ത്രപരമായ ഒരു സമീപനമെടുത്തു. ഇത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ദേവകുമാറിൻ്റെ മകൻ പരിചയമുള്ള ഒരാൾ വന്ന് ഹിന്ദുവിനൊരു അഭിമുഖം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പത്രക്കാർ വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകർ. അവർ ചോദിച്ചത്, ഈ പറയുന്ന പത്രസമ്മേളനത്തിലേക്ക് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളെ കൂടാതെ വിനീത് ഹാണ്ട എന്ന് പറയുന്ന ഒരാൾ കൂടി വന്നിരുന്നല്ലോ, എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അതും അദ്ദേഹം വളരെ ലളിതവൽക്കരിച്ചു. അദ്ദേഹം പറയുന്നത് വിനീത് ഹാണ്ട എന്ന് പറയുന്ന ആൾ വെറുതെ ഈ മാധ്യമപ്രവർത്തകയുടെ ഒപ്പം, അതായത് ഹിന്ദുവിൻ്റെ കറസ്പോണ്ടൻ്റൊപ്പം വന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അവിടെ ഇരുന്നു, അതുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊന്നും വലിയ ഗൗരവത്തിലെടുത്തില്ല എന്നാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ കൈസൻ എന്ന് പറയുന്ന ഏജൻസി, അതേവരെന്ന് പറയുന്നത് നിസാർ ഏജൻസി അല്ല. ആ കൈസൻ എന്ന് പറയുന്ന 100ലധികം സ്റ്റാഫുകളുള്ള ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ 75% ഷെയറുകളുള്ള റിലയൻസിൻ്റെ ഷെൽ കമ്പനി എന്ന ആരോപണമുള്ള മേവൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, PR ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ദേവകുമാറിൻ്റെ മകൻ. അതവിടെ നിൽക്കട്ടെ. അതിന് ചോദ്യമുണ്ടായി, അതിന് ഉത്തരം പറഞ്ഞില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇദ്ദേഹം വന്നിങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആരാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണ്ടേ. വിനീത് ഖണ്ട എന്ന് പറയുന്നത് ഈ കൈസൻ എന്ന് പറയുന്ന PR സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ആണ്. 100ലധികം സ്റ്റാഫുകളുള്ള ഗ്ലോബലി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ആ കമ്പനി ഫൗണ്ടർ ഡയറക്ടറാണ് അയാൾ. അപ്പോൾ അയാൾ യാതൊരു പരിചയമില്ലാതെ വെറുതെ കയറി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അയാളും കൂടി കയറി വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി എന്താണ്, സുരക്ഷ എന്താണ്, പോലീസുകാരെന്താണെന്നൊക്കെ. അതെല്ലാം ഉള്ളവരായിട്ട് ഇങ്ങനെ വന്നിരിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതും പോട്ടെ നമുക്ക് നോക്കാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം കൃത്യമായി ഈ പറയുന്ന ആളുകൾ എഴുതി കൊടുത്തതാണെന്ന് ഹിന്ദുവിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു വളരെ മാന്യമായിട്ടാണ് കുറിപ്പിട്ടേക്കുന്നത്. അവർ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. അതിൽ സന്തോഷമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഹിന്ദു പറഞ്ഞ ഒന്നാമത്തെ കാര്യം, കൈസൻ എന്ന് പറയുന്ന ഒരു PR സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചതെന്ന് പറയുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ PR ഏജൻസി ഇന്നിന്ന കാര്യങ്ങൾ കൂടി മലപ്പുറത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഒന്ന്, അവിടെ നിന്ന് കള്ളക്കടത്തും ഹവാലയും അടക്കം പിടിക്കുന്നുണ്ടെന്നും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ആ പണം തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന കാര്യവും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഹിന്ദു പറയുന്നത് നിങ്ങളത് റിട്ടേണായി എഴുതി രേഖാമൂലം തരുമെന്നാണ്. അപ്പോൾ ഈ PR ഏജൻസിയുടെ സുബ്രഹ്മണ്യൻ തന്നെ അത് എഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്ത് ഗുരുതരമായ കുറ്റമാണ്, തെറ്റാണ്. ഹിന്ദു എടുത്ത നിലപാട് ശരിയാണ്. കാരണം അതൊരു ജേർണലിസ്റ്റിക് എത്തിക്കിന് ചേരുന്ന കാര്യമല്ല. പറയാത്ത കാര്യം ഞങ്ങൾ എഴുതി മേടിച്ച് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് തെറ്റായിപ്പോയി എന്ന് ഹിന്ദു പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഹിന്ദുവിനെതിരെയും ഈ പറയുന്ന സുബ്രഹ്മണ്യനെതിരെയും ഈ പറയുന്ന കൈസൻ എന്ന് പറയുന്ന ഏജൻസിക്കെതിരെയും അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവുമില്ല. ആ ഉത്തരത്തിൽ നിന്ന് മുഖ്യമന്ത്രി ശരിക്കും ഊളിയിട്ട് മുങ്ങാങ്കുഴിയിട്ട് പോകുന്നൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതിന് അദ്ദേഹം ചിരിച്ചുകൊണ്ടൊക്കെ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞു വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് പത്രസമ്മേളനം തുടങ്ങിയതൊക്കെ തന്നെ. അദ്ദേഹം ഏറ്റവും ആദ്യം വന്നിട്ട് പറയുന്നത് മൈക്ക് ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വന്നിട്ടല്ല മൈക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എന്ന് ആദ്യം പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അതൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് മൈക്ക് എപ്പോഴും എന്നോട് ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അതേ ലെവലിൽ തന്നെ ഇത് വളരെ ബലം പിടിച്ചുള്ള ഷാർപ്പായ മറുപടികൾ ഇവിടെ ഫലപ്രദമാവില്ല എന്നുള്ളത് കണ്ട് ഇന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു മുങ്ങാങ്കുഴിയിടാനുള്ള സ്ട്രാറ്റജി കൂടി എടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെ ഉയർന്നിരുന്നു. ഈ സെപ്റ്റംബർ 13 അതായത് PV അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇതേ കൈസൻ എന്ന് പറയുന്ന മറ്റു ചില PR ഏജൻസികളുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പുകൾ ഗവൺമെൻറ്റിൻ്റേതാണെന്ന് പറഞ്ഞ് ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനോടും മുഖ്യമന്ത്രിക്ക് യാതൊരുവിധ പ്രതികരണമില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരം മുട്ടിപ്പോയ ഒരു ചോദ്യമാണ് കൃത്യമായിട്ട് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്. പക്ഷേ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ചോദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവിടെ നിരവധി ആളുകൾ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഹിന്ദു മര്യാദ കാണിച്ചു എന്ന് പറയുമ്പോൾ ആ ഹിന്ദു കാണിച്ച മര്യാദയുടെ പകുതി പോലും നമ്മുടെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും നമ്മളോട് കാണിക്കുന്നില്ല. കൃത്യമായിട്ടൊരു കാര്യവും ഈ കാര്യത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏറ്റവും ഇത്
സത്യത്തിൽ നമുക്കറിയാം സ്വപ്ന സുരേഷും PC ജോർജിനും ഒക്കെ അടക്കം നിരവധി ആളുകൾക്കെതിരെ വെറുതെ എടുക്കുന്നൊരു കേസാണ് നമുക്കറിയാം 153 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റേ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂവിലേക്ക് ഈ വാചകങ്ങൾ തിരികെ കയറ്റിയവർ കേരളത്തിൽ അങ്ങനെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അങ്ങേയറ്റം ഗുരുതരമായ തെറ്റാണ്. അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തണമെന്നും അതിനെതിരെ കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും അതിന് യാതൊരുവിധ മറുപടിയും മുഖ്യമന്ത്രി തന്നില്ല. ഇനി ഇതിനോട് അനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം, ഖലീജ് ടൈംസ് അടക്കമുള്ള മറ്റു പല മാധ്യമങ്ങളിലും ഇതുപോലെ മുഖ്യമന്ത്രി പറയാതെ തന്നെ അവർക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്നും ഇത് കൃത്യമായിട്ട് എഴുതി കൊടുത്തിരുന്നുവെന്നും അതൊക്കെ ചില ഏജൻസികൾ വഴിയാണെന്നുള്ള കാര്യമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഇത്തരത്തിൽ കൈസൻ എന്ന് പറയുന്നതോ ഒരു ഏജൻസികളെയും ഞങ്ങൾ ഒരു PR ഏജൻസികളെയും ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഗവൺമെൻറ്റോ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റ് P ശശിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ PV അൻവർ MLA, അതായത് ഭരണപക്ഷത്ത് തന്നെ ഉണ്ടായിരുന്ന സ്വതന്ത്ര MLA PV അൻവർ കത്ത് കൊടുത്തിരുന്നു പാർട്ടിക്ക് എന്നുള്ളത് അറിയാം. അദ്ദേഹം ആ കത്ത് ഫേസ്ബുക്ക് വഴി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പുറത്തേക്ക് വിട്ടതിൽ പറയുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി ചില ബിസിനസ്സുകാരോ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ടോ പല തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ ആ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നുവെന്നും അതുതന്നെ അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചുകൊണ്ട് പല ഒത്തുതീർപ്പ് ചർച്ചകളും നടത്തി അതിലെല്ലാം ഇടപെട്ടുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നുവെന്നാണ് ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഓഫീസിൽ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ ഈ P ശശി മേടിച്ചെടുക്കുകയും അവരെ പിന്നീട് അങ്ങോട്ട് വിളിച്ച് മോശമായി സംസാരിക്കുന്ന ശീലമുണ്ട് എന്ന് പറയുന്നൊരു കാര്യമാണ് PV അൻവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ആദ്യത്തത് പകുതി ചോദിച്ചു വന്നപ്പോൾ തന്നെ പിണറായി വിജയന് ദേഷ്യം വന്നു. അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ എൻ്റെ ഓഫീസിലുള്ള ആളുകളുടെ ശീലമല്ല, ഇത് അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുന്നു, ഇതെല്ലാം തന്നെ PV അൻവറിൻ്റെ ശീലങ്ങളാണ്, അദ്ദേഹം ബിസിനസ്സുകാരനാണ് എന്നാണ് പറയുന്നത്. അപ്പോഴും ഒരു ചോദ്യം പിണറായി വിജയനോടുണ്ട്, ഇത്തരത്തിൽ ശീലമുള്ള ഒരാളെയാണോ നിങ്ങൾ കഴിഞ്ഞ 2 തവണ നിർബന്ധിച്ച് MLA ആക്കിയത് എന്ന് ഞങ്ങൾ കേരളത്തിലുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഉത്തരം പറയണം. ഇനി മൂന്നാമത്തേത് പത്രക്കാർ ചോദിക്കാൻ വിട്ടുപോയൊരു ചോദ്യമുണ്ട്. ആ ചോദിക്കാൻ വിട്ടുപോയ ചോദ്യം PV അൻവറിനെ കുറിച്ച് ഇന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇത്തരത്തിലുള്ള ചില ഡീലിങ്ങൾ നടത്തുകയും ബിസിനസ് നടത്തുകയും അതിലൂടെ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയും കൂടാതെ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയപ്പോൾ തന്നെ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാം. പുതിയ പാർട്ടി ഉണ്ടാക്കുകയല്ലേ, നമുക്കെന്തായാലും നോക്കാം, PV അൻവർ ശ്രമിക്കട്ടെ എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ PV അൻവർ ചോദിച്ച ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇന്ന് ചോദിക്കാൻ അവസരം കിട്ടിയില്ല. അവരെ തെറ്റ് പറയുന്നില്ല. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം 188ഓളം വരുന്ന കേസുകളിൽ പോലീസ് നടപടിയെടുക്കുകയും സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പിടിച്ചെടുക്കുകയും ചെയ്ത സ്വർണത്തിൽ നിന്നും ഏതാണ്ട് പകുതിയിലധികം മുക്കിയെന്നും ആ മുക്കിയിട്ടുള്ളതിൽ നിന്ന് വളരെ ചെറിയ ശതമാനം കിട്ടുന്ന ഉണ്ണി എന്ന് പറയുന്ന ഒരു ഗോൾഡിൻ്റെ കസ്റ്റംസിൻ്റെ അപ്രൈസർ അദ്ദേഹം തന്നെ കോടിക്കണക്കിന് രൂപ സ്വത്തുണ്ടാക്കിയെന്നും അപ്പോൾ അതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരോപണം ഉണ്ടായിരുന്നു. ആരോപണത്തിൽ PV അൻവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം ഈ 188 കേസുകളെക്കുറിച്ച് കൂടി കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറുണ്ടോ, സത്യസന്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടതാണ് ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ഈ ചോദ്യവും അവിടെ ഉയർത്തപ്പെട്ടില്ല. പക്ഷേ ആ ചോദ്യം ഉയർത്തപ്പെടാത്തതിൻ്റെ കാര്യം കൃത്യമായി പറഞ്ഞാൽ അതിനുള്ള ഒരു അവസരം മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ പലപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഗ്യാപ്പിലൂടെ കൃത്യമായി ഇദ്ദേഹം അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും തന്നെ ഇപ്പോൾ അവിടെ വരുന്ന ആളുകളൊക്കെ മിടുക്കന്മാരല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആളുകളെ തന്നെ കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ്ങുള്ള കുറച്ചുകൂടി അനലിറ്റിക്കൽ സ്കില്ലുള്ള ആളുകളെ കൂടി ഈ പത്രസമ്മേളനങ്ങൾക്ക് വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുഖ്യമന്ത്രി വല്ലപ്പോഴും മാത്രമേ പത്രസമ്മേളനങ്ങൾ നടത്താറുള്ളൂ. അങ്ങനെ പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ചോദ്യങ്ങൾ, ഷാർപ്പായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമേ ജനത്തിന്
കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ. പക്ഷെ അങ്ങനെ എത്തിക്കണമെങ്കിൽ കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അതിൻ്റെ 1% പോലും എന്തെങ്കിലും പിഴവ് പറ്റിയാൽ ആ പിഴവ് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ തക്ക മിടുക്ക് പിണറായി വിജയനുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം കഴിഞ്ഞ പത്രസമ്മേളനത്തിനേക്കാൾ കുറേ കൂടി എക്സ്പോസ്ഡ് ആയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് കൂടി പിണറായി വിജയൻ മറുപടി പറയേണ്ടതാണ്.